ഹായ് ഓൾ, മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റ് പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും നമുക്കൊരു വണ്ടർഫുൾ ഡേ കിട്ടി ഇല്ലേ? വണ്ടർഫുൾ ഡേ കിട്ടിയത് ആർക്കാ? ചൊവ്വേ നേരെ പഠിച്ചവർക്ക്. പഠിക്കാത്തവർക്ക് എന്തോ കിട്ടിയെന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. പക്ഷേ ഇന്നൊരു വണ്ടർഫുൾ ഡേ ആയിരുന്നു പഠിച്ചവർക്ക്. പ്രൈസ് ആക്ഷൻ പരീക്ഷിക്കാൻ ഇതുപോലെ പറ്റിയൊരു മാർക്കറ്റ്, ഇത്ര സുന്ദരമായിട്ട് പഠിച്ച പ്രൈസ് ആക്ഷൻ പരീക്ഷിക്കാൻ പറ്റിയ ഇതുപോലെ സുന്ദരമായ ഒരു മാർക്കറ്റ് ഈ അടുത്തിടെ എങ്ങും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് പ്രൈസ് ആക്ഷൻ പഠിച്ചവർ, അത് ഉപയോഗിച്ച് പ്രോഫിറ്റ് ബുക്ക് ചെയ്തവർ ജസ്റ്റ് നമുക്കൊന്ന് ഇന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾ മാത്രം, നിങ്ങൾ പഠിച്ച കാര്യം അറിയാൻ വേണ്ടിയാണ്. ഞാൻ പറഞ്ഞല്ലോ, സ്റ്റോക്ക് മാർക്കറ്റിൽ നമുക്ക് ഇതൊരു ചൂതാട്ട കേന്ദ്രമല്ല. നിങ്ങൾ ആദ്യം അത് മനസ്സിലാക്കുക. സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരു ചൂതാട്ട കേന്ദ്രമല്ല, ഒരു ഉത്സവ പറമ്പിലെ കുലുക്കി കുത്തുകളിയല്ല, അല്ലെങ്കിൽ ഒരു ചീട്ടുകളിയല്ല. ഇത് ക്ലിയർ സ്റ്റഡിയാണ്. ഇതൊരു ബിസിനസ്സാണ്. ആ ബിസിനസ്സിൻ്റെ രീതിയിൽ അതിനെ കാണുക. ഒരു ബിസിനസ് നിങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ ആ കാര്യങ്ങളൊക്കെ ഇതിനും വേണം. അത് നിങ്ങൾ പഠിക്കത്തില്ലേ? ആവശ്യമായ തയ്യാറെടുപ്പുകൾ നടത്തത്തില്ലേ? എന്ന് പറഞ്ഞ പോലെ തന്നെ കൃത്യമായ മാനദണ്ഡങ്ങളിലൂടെ നിങ്ങൾ പഠിച്ച് ആ കാര്യം പരീക്ഷിക്കാൻ പറ്റിയ ഒരു വേദിയാണ് സ്റ്റോക്ക് മാർക്കറ്റ്. അല്ലാതെ ഇവിടെ കുലുക്കി കുത്തുകളിയല്ല. മേലോട്ട് പോകുമ്പോൾ സി, താഴോട്ട് പോകുമ്പോൾ പി, ആ പരിപാടിയല്ല. എവിടെങ്കിലും വെച്ച് കയറുക എന്നുള്ള പരിപാടിയല്ല. മനസ്സിലായല്ലോ? അതുകൊണ്ട് ഇന്ന് നമുക്ക് നോക്കാം സുന്ദരമായിട്ട്. ഇന്ന് ഞാൻ രാവിലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പം ഞാൻ രാവിലെ പറഞ്ഞ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പം സെറ്റപ്പ് വെച്ചിട്ട് താഴോട്ട് ഇറങ്ങി വന്നതിന് ശേഷമാണ് നമുക്ക് ബാക്കി കാര്യങ്ങൾ അറിയാൻ പറ്റും. അതുപോലെ തന്നെ മാർക്കറ്റ് താഴോട്ട് ഇറങ്ങി വന്നു അല്ലേ? താഴോട്ട് ഇറങ്ങി വന്നു, തിരിച്ച് മുകളിലോട്ട് കയറിപ്പോയി, പിന്നെ ഒരു റെഡ് ക്യാൻഡിൽ വന്നു. നമുക്ക് ഇവിടെങ്ങും ഒരു എൻട്രി പോയിന്റ് നമുക്ക് കിട്ടിയില്ല. ഇവിടെങ്ങും എൻട്രി ഇല്ല. ചാടിക്കയറി എടുത്തവർക്കൊക്കെ ഓക്കെ, അല്ലാത്തവർക്ക് പക്ഷേ നമുക്ക് പ്രോപ്പറായിട്ട് എൻട്രി ഇല്ല. പ്രോപ്പറായിട്ട് എൻട്രി ഉള്ളത് എവിടെയാണ്? നമ്മൾ കാത്തിരിക്കണമായിരുന്നു ഇല്ലേ? ഇവിടെ എൻട്രി ഇല്ല. ഇവിടെ എന്താണ്? വലിയ ക്യാൻഡിലാണ്. നമുക്ക് ഇവിടെ നിന്ന് എൻട്രി എടുക്കാൻ പറ്റത്തില്ല. എൻട്രി ഉണ്ടായിരുന്നു, സുന്ദരമായിട്ട് നമുക്ക് ഇവിടെ കിട്ടിയ എൻട്രി ഇല്ലേ? കറക്റ്റായിട്ട് മാർക്കറ്റ് ഇവിടുന്ന് മുകളിലോട്ട് കയറിപ്പോയി. ഞാൻ പറഞ്ഞു 935 മുകളിൽ സസ്റ്റെയിൻ ചെയ്താൽ മാത്രമേ മാർക്കറ്റ് മുകളിലോട്ട് പോകത്തുള്ളൂ. പലർക്കും ഇവിടെ അബദ്ധം പറ്റിയിട്ടുണ്ട്. ഈ ഒരു ക്യാൻഡിൽ റെഡ് ക്യാൻഡിലല്ല, ഗ്രീൻ ക്യാൻഡിലായിരുന്നു. ഓക്കെ, മാർക്കറ്റ് ഇവിടുന്ന് കയറി വന്നു. റെസിസ്റ്റൻസ് നമ്മുടെ ലെവൽ 935 റെസിസ്റ്റൻസ് എടുത്തു. അതിനുശേഷം ഒരു ബ്രേക്ക് ഔട്ട് തരുന്ന പോലെ തോന്നിപ്പിച്ചു. പക്ഷേ നിങ്ങൾ ക്യാൻഡിൽ ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് ചാടിക്കയറി പലരും ട്രേഡ് എടുത്തിട്ടുണ്ടായിരിക്കും. ഇവിടെ നിങ്ങളുടെ കാശ് പോയിട്ടുണ്ടായിരിക്കും. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, നമുക്കൊരു ക്യാൻഡിലിൻ്റെ കൺഫർമേഷൻ വേണമെങ്കിൽ ആ ക്യാൻഡിൽ ക്ലോസ് ചെയ്യണം. അതിനുശേഷം അടുത്ത ക്യാൻഡിൽ എങ്ങനെ ബിഹേവ് ചെയ്യുമെന്ന് നമുക്ക് നോക്കണം. എന്നിട്ട് മാത്രമേ ട്രേഡ് ആവുള്ളൂ. ഇവിടെ നോക്കിക്കേ, മാർക്കറ്റ് ഒരു ബ്രേക്ക് ഔട്ട് നൽകിയെന്ന് തോന്നിപ്പിച്ചതിന് ശേഷം റിജക്ഷനോടുകൂടെ നല്ലൊരു റെഡ് ക്യാൻഡിൽ ഫോമായി ഇവിടെ അല്ലേ? ബോഡിയോടുകൂടി റെഡ് ക്യാൻഡിൽ ഫോമായി. അപ്പോഴും നമുക്കിവിടെ ട്രേഡ് ഇല്ല. അടുത്ത ക്യാൻഡിൽ എന്താണെന്ന് കാര്യത്തില്ല. അടുത്ത ക്യാൻഡിൽ നോക്കിയപ്പോൾ എന്താണ്? വീണ്ടും അതേ പോയിന്റ് തന്നെ റിജക്ഷൻ വന്നു ഇല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ട്രേഡിനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇല്ല, ഇതും കൺഫർമേഷൻ അല്ലെങ്കിൽ അടുത്ത ക്യാൻഡിലുണ്ട്. വീണ്ടും അവിടെ തന്നെ റിജക്ഷൻ വന്ന് റിജക്ഷനോടുകൂടെ ക്യാൻഡിൽ ക്ലോസ് ചെയ്യും. അപ്പോൾ നമുക്ക് 3 കൺഫർമേഷൻ കിട്ടി ഇല്ലേ? 100% അപ്പോൾ ഇവിടെ വേണ്ട 90% കൂട്ടാം. സ്റ്റോപ്പ് ലോസ് ഇവിടെ വെക്കാം, ഒരു ട്രേഡ് എടുക്കാം. സുന്ദരമായിട്ട് അടുത്ത ഒരു 3-4 ക്യാൻഡിൽ തന്നെ നല്ല സൂപ്പർ ടാർഗറ്റ് കിട്ടി. ഈ ഒറ്റ ടാർഗറ്റിനും കൊണ്ട് വീട്ടിൽ പോകാന്നുള്ളതേ ഉള്ളൂ. വേറെ കളിക്കൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല ഇല്ലേ? ശരിയാണോ തെറ്റാണോ നിങ്ങൾ പറയൂ. കൃത്യമായി സൂപ്പർ ഒരു പ്രോഫിറ്റ് കിട്ടി. അതിനുശേഷം വീണ്ടും മാർക്കറ്റിൽ നിന്ന് റീബൗണ്ട് ചെയ്ത് നമ്മുടെ അടുത്ത ലെവൽ ഈ 876. നോക്കിക്കേ, എന്ത് ക്ലിയറാണ്. നോക്കി നമ്മുടെ ലെവലുകളൊക്കെ എന്ത് സൂപ്പർ ക്ലിയറാണ് ഇല്ലേ? അവിടെ വന്നു, വീണ്ടും ഇതേ ആക്ഷൻ തന്നെ ഇവിടെയും വന്നു. 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ നമുക്ക് ക്ലോസിങ് കിട്ടി. 5 മിനിറ്റിൻ്റെ ഫുൾ ബോഡിയോടെ 70% ബോഡി നമുക്കിവിടെ കിട്ടി. 80% ബോഡി ഇവിടെ കിട്ടി ഇല്ലേ? ഒരു ട്രേഡ് എടുക്കാം, ചെറിയ സ്റ്റോപ്പ് ലോസ്. നോക്കിക്കേ, ആ സാധനം പോയ പോക്ക് എങ്ങോട്ടാണ് നോക്കി. ഓക്കെ, ഇവിടം വരെ എടുത്തവർക്കായാലും മതി. ഇല്ലെങ്കിൽ ഈ സ്റ്റോപ്പ് ലോസ് ബൈ പ്രൈസ് ഇട്ട് ഹോൾഡ് ചെയ്യുന്നവർക്കാണെങ്കിലും ഇവിടം വരെ കിട്ടും. ഇനിയും പോട്ടെ, ഇവിടെ ഇറങ്ങിയവർക്കാണെങ്കിലും ന്യായം. അതിനുശേഷവും അടുത്ത ക്യാൻഡിൽ, അടുത്തത് നമുക്ക് നോക്കി. ഇതിന് ശേഷം ഇവിടെ റിജക്ഷൻ ക്യാൻഡിൽ വന്നു. പക്ഷേ ഇവിടെ ഓപ്പോസിറ്റ്, ഇവിടെ റിജക്ഷൻ വന്നുകൊണ്ട് ഇത് തമ്മിൽ ക്യാൻസലായിപ്പോയി. നമുക്കിവിടെ ട്രേഡ് ഇല്ല. ശരിയല്ലേ? ഇവിടെ ഒരു റിജക്ഷൻ ക്യാൻഡിൽ വന്നു, അതിൻ്റെ ഓപ്പോസിറ്റ് റിജക്ഷൻ ക്യാൻഡിൽ വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് പല പ്രാവശ്യം, 2 ക്യാൻഡിൽ അടുപ്പിച്ച് ഓപ്പോസിറ്റ് റിജക്ഷൻ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കവിടെ ട്രേഡ് ഇല്ല, ആ ട്രേഡ് ക്യാൻസലാണ്. നമ്മളവിടെ ട്രേഡ് ചെയ്യലെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് 2 നമുക്ക് ഒഴിവാക്കാം. അതിനുശേഷം നോക്കിക്കേ, റിജക്ഷൻ. ഇവിടെ പിന്നെയും പ്രൈസ് ആക്ഷൻ ഇല്ലേ?
സുന്ദരമായിട്ട്. ദാ കിടക്കുന്നു 4 ക്യാൻഡിൽ സുന്ദരമായിട്ട്. പിന്നെ മാർക്കറ്റ് ഇവിടെ തിരിച്ച് കയറി. ഇവിടെ നമുക്ക് ട്രേഡ് ഇല്ല. ഇവിടെ അങ്ങ് ട്രേഡ് ഉണ്ടോ? ഇല്ല. പക്ഷേ നമുക്ക് ഇവിടെ ട്രേഡ് ഉണ്ട്. നോക്കിക്കേ, കൃത്യമായിട്ട് വീണ്ടും നമ്മുടെ പോയിന്റിൽ വന്ന് കൃത്യമായിട്ട് മാർക്കറ്റ് റെസൾട്ട്സ് എടുത്തിട്ട് ശേഷം അവിടുന്ന് റിജക്ഷൻ വന്നു ഇല്ലേ? ഒന്നാമത്തെ ക്യാൻഡിൽ റിജക്ഷൻ, രണ്ടാമത്തെ ക്യാൻഡിൽ റിജക്ഷൻ, കൺഫേമായി നാടെ മേളി സ്റ്റോപ്സ് ഇട്ട് ട്രേഡ് എടുക്കാന്നുള്ളതേ ഉള്ളൂ. നോക്കിക്കേ എത്ര സുന്ദരമായിട്ടാണ്. എന്ത് ഒരു കൊച്ചു കുഞ്ഞിന് പഠിച്ചാൽ പോലും ട്രേഡ് എടുക്കത്തക്ക രീതിയിൽ സുന്ദരമായിട്ട് ട്രേഡ് വിത്ത് നമ്മുടെ ലെവൽ. ഇതിൽ കൂടുതൽ എങ്ങനെയാ മക്കളെ? നിങ്ങൾ പറയൂ, ഇതിൽ കൂടുതൽ എങ്ങനെയാ? കയ്യെ പിടിച്ച് എഴുതിപ്പിക്കുന്നത് പോലെ നമ്മൾ കാര്യങ്ങൾ വരച്ചും ലെവലുകൾ വരച്ചും വോയിസ് ഇട്ടും സ്ക്രീൻഷോട്ട് തന്നും എല്ലാം നിങ്ങളെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നിട്ടും നിങ്ങൾ വഴുതി പോവുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ഈ പരിപാടി അവസാനിപ്പിക്കാന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾക്കിത് ഇന്നത്തെ മാർക്കറ്റിലും കറക്റ്റായിട്ട് നോക്കി പ്രൈസ് ആക്ഷൻ കണ്ട് നിങ്ങൾക്ക് ട്രേഡ് എടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളെടുത്ത ട്രേഡിൽ അത് പരാജയപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തൽക്കാലം ട്രേഡിൽ നിന്ന് മാറി നിൽക്കുക. നിങ്ങൾ പഠിക്കുക, വീണ്ടും പഠിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ കുറച്ച് നേരം പേപ്പർ ട്രേഡ് ചെയ്തതിന് ശേഷം മാത്രം വീണ്ടും ട്രേഡ് ആരംഭിക്കുക. കാരണം അല്ല നിങ്ങളുടെ പൈസ പോകത്തേ ഉള്ളൂ. വെറുതെ ഈ വീട്ടിൽ നമ്മുടെ ഭാര്യയും പിള്ളേരും അനുഭവിക്കേണ്ട പൈസ നിങ്ങൾ എന്തിനാണ് വെറുതെ കൊണ്ട് മാർക്കറ്റിൽ കളയുന്നത്? അതിൻ്റെ ആവശ്യമില്ല. അപ്പം കൃത്യമായ തയ്യാറെടുപ്പിലൂടെ കൃത്യമായി പഠിക്കാതെ നിങ്ങൾ ട്രേഡ് ചെയ്യരുത്. ഇവിടെ ഇതൊരു ഗ്യാമ്പിളിംഗ് കേന്ദ്രമല്ല. നിങ്ങൾ ആദ്യം ഇത് മനസ്സിലാക്കുക. ഇവിടെ ചൂതാട്ട കേന്ദ്രമല്ല ഇത്. കൃത്യമായി പഠിച്ച് തന്നെ നിങ്ങൾ കാര്യങ്ങൾ, ഞാൻ എൻ്റെ ക്ലാസ്സിൽ വന്നവരോടൊക്കെ വളരെ വൃത്തിയായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന്. ഓക്കെ, അപ്പോൾ ഞാൻ കൂടുതൽ അതിനെപ്പറ്റി വിശദീകരിക്കുന്നില്ല. അപ്പം എത്ര ഓപ്പർച്യൂണിറ്റി, നമ്പർ 1, നമ്പർ 2, ഇവിടെ വേണമെങ്കിൽ നമ്പർ 3, ഇവിടെ നമ്പർ 4, 4 ഓപ്പർച്യൂണിറ്റി ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഓക്കെ, അത്ര ഇനിയിപ്പോൾ ഞാൻ കൂടുതൽ പറഞ്ഞ് ലോസ് വന്നിട്ട് ഞാൻ വിഷമിപ്പിക്കുന്നില്ല. അവർക്കിനി സങ്കടം വരും ഞാൻ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം അത്രയ്ക്ക് വെരി സിമ്പിൾ മാർക്കറ്റായിരുന്നു ഇന്ന്. ഓക്കെ, അതിനുശേഷം ഇനിയിപ്പം നമുക്ക് നാളെ എന്താ സംഭവിക്കാൻ പോകുന്നത്? ഇവിടെ നോക്കിക്കേ, മാർക്കറ്റ് ഇന്ന് ക്ലോസ് ചെയ്തേക്കുന്നത് ഇന്നലെ ഉണ്ടായ ആ ലോ ബ്രേക്ക് ചെയ്ത് പോയിട്ടില്ല ഇല്ലേ? ഇന്നലെ ഉണ്ടായ ലോയാണിത്. ആ ലോ ബ്രേക്ക്, ഇനിയിപ്പോൾ ഈ ക്യാൻഡിലൊന്നും വേണ്ട, അതിൻ്റെ എല്ലാം നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. ഇത് ഓപ്പണിംഗ് ആണ്. അപ്പോൾ ഈ ലോ ബ്രേക്ക് ചെയ്തില്ല, അതൊരു ആശ്വാസത്തിൻ്റെ സിമ്പലാണ് ഇല്ലേ? അപ്പോൾ നാളെ ഇനി എന്താ നോക്കണ്ടേ? നാളെ നോക്കേണ്ട കാര്യം, ഇന്ന് രാത്രിയിൽ ഫെഡിൻ്റെ റേറ്റ് കട്ട് ഡിസിഷൻ വരുന്ന ദിവസമാണ്. ഫെഡ് റേറ്റ് കട്ട് ചെയ്യുന്നുള്ള കാര്യം ഏകദേശം ഉറപ്പാണ്. പക്ഷേ എൻ്റെ കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ശേഷം അദ്ദേഹത്തിൻ്റെ കമൻറ്റ്, അദ്ദേഹം എന്താണ് മാർക്കറ്റിനെ പറ്റി പറയുന്നതെന്ന് അപ്ഡേറ്റ്സ് ഇനി അനുസരിച്ചിരിക്കും മാർക്കറ്റിൻ്റെ പൊട്ടുവാണ് മേലോട്ടാണ് താഴോട്ടാണെന്നുള്ള കാര്യം തീരുമാനിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സ്പീച്ചാണ്. റേറ്റ് കട്ടല്ല തീരുമാനിക്കുന്നത്, സ്പീച്ചാണ്. അപ്പം റേറ്റ് കട്ട് ചെയ്യും, നെഗറ്റീവ് സ്പീച്ച് പറയുകയും ചെയ്തു കഴിഞ്ഞാൽ സംഗതി പണി പാളും. അപ്പോൾ അദ്ദേഹം എന്താണ് പറയുന്നതെന്ന് വളരെ സാഹൂതം എല്ലാവരും ലോകം മുഴുവൻ വീക്ഷിക്കുകയാണ്. കാരണം ഇത് മദർ മാർക്കറ്റാണ്. അപ്പോൾ ഈ മദർ മാർക്കറ്റിനനുസരിച്ചാണ് ബാക്കിയുള്ള ഗ്ലോബൽ മാർക്കറ്റ് എല്ലാം അതിനോട് പ്രതികരിക്കും. അപ്പോൾ ഇന്ന് രാത്രിയിൽ എല്ലാവരും ജെറോം പവലിൻ്റെ സ്പീച്ചിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അതിനനുസരിച്ച് മാർക്കറ്റ് ഫ്ലക്ച്വേറ്റ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഡേ ക്യാൻഡിൽ നമുക്ക് നോക്കാം. ഡേ ക്യാൻഡിൽ എന്താ സംഭവിച്ചത്? ഡേ ക്യാൻഡിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നലെ നമുക്ക് ഡോജി ആയിരുന്നു അല്ലേ? ഇവിടെ നോക്കിക്കേ, ഇന്നലെ ഡോജി ആയിരുന്നു. പക്ഷേ ഇന്ന് അടുത്ത ക്യാൻഡിലും അതേ പോയിന്റ് തന്നെ, അവിടെ തന്നെയാണ് സപ്പോർട്ട് എടുത്തേക്കുന്നത്. അപ്പോൾ ഈ പോയിന്റ് ബ്രേക്ക് ചെയ്തില്ല. അപ്പോൾ ഈ പോയിന്റ് ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ പിന്നെ അടുത്ത 25,645 മനസ്സിലായി. അപ്പം നാളെ ഇത് പോയിന്റ് ബ്രേക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് US മാർക്കറ്റ് നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ നാളെ ഇന്ത്യൻ മാർക്കറ്റിന് പൊട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ 25,645 ടെസ്റ്റ് ചെയ്യും. അതിനുശേഷം പോവുകയാണ് 25,500 കാണേണ്ടി വരും. അങ്ങനെ US മാർക്കറ്റിന് നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ, ഫെഡ് റേറ്റ് ഇന്ന് നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ, അപ്പം ഇന്ന് നമുക്കിപ്പോൾ ഒന്നും പറയാൻ പറ്റത്തില്ല. പക്ഷേ നമ്മുടെ ലെവലുകളൊക്കെ കൃത്യമായിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ ഇത് തൽക്കാലം അങ്ങോട്ട് മാറ്റി വെക്കാം. അപ്പോൾ നാളെ നമുക്ക് നാളെ ഇപ്പോൾ ഇന്ന് ഗ്യാപ്പ് ആണെന്ന് നമുക്കൊന്നും അറിയത്തില്ല. അപ്പോൾ എന്തായാലും ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെന്നുണ്ടെങ്കിൽ, ഫ്ലാറ്റ് ഓപ്പണിംഗ് ഒന്നും പറയാൻ പറ്റത്തില്ല. ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെന്നെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്ത് നോക്കുക. ഇതിനും നാളെ ഗ്യാപ്പ് ഡൗൺ ആണെന്നുണ്ടെങ്കിൽ, ഇതിൻ്റെ താഴെ ഗ്യാപ്പ് ഡൗൺ കിട്ടുവാണെന്നുണ്ടെങ്കിൽ, ഇതിൻ്റെ താഴെയാണ് ഗ്യാപ്പ് ഡൗൺ എന്നുണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ട് 25,440 വളരെ വലുതാണ്. അപ്പോൾ 25,500 നമുക്കൊരു സൈക്കോളജിയും കൂടെ വരയ്ക്കാം, അത് നടക്കത്തുള്ളൂ.
വേറെ ഞാൻ നോക്കിയിട്ടില്ല. ഒരു സെക്കൻഡ്, ഞാൻ 25,500 സൈക്കോളജി താഴെ പോയി. ഒരു മിനിറ്റ്, 25,500 ഇത് സൈക്കോളജിയാണ്. ഇത് ലെവലൊന്നുമല്ല, പക്ഷേ അത് താഴെ കിടക്കുന്നത്. ഞാൻ നോക്കട്ടെ, ലെവലുണ്ടോ നോക്കട്ടെ കേട്ടോ. ഒരു സെക്കൻഡ് ഹോൾഡ് ചെയ്യണേ, ഒരു സെക്കൻഡ്. ലൈവായിട്ട് തന്നെ വരച്ചേക്കാം, നമുക്കങ്ങനെ പാത്ത് വെച്ച് വരയ്ക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. എല്ലാം നിങ്ങളുടെ മുന്നിൽ സുതാര്യമായിട്ട് കിടക്കുന്ന കാര്യങ്ങളല്ലേ. അതാണ്ട് ഇവിടെ ഉണ്ട് സാധനം, ഇവിടെ ഉണ്ടല്ലോ. ഇത് വേണ്ടി സാധനം, ഇത് ഈ ഒരു ലെവലിലൂടെ മാർക്ക് നോക്കുക. അതിനുശേഷം പിന്നെ ഇവിടെ ഉള്ളത് ഇതാണ്. ഓക്കെ, മതിയല്ലോ, ഇത്ര മതിയല്ലോ. ക്ലിയർ ആയില്ലേ? സിമ്പിളല്ലേ? ഓക്കെ, അപ്പം നമുക്ക് നോക്കിക്കേ, ലെവലുകളായി. അപ്പോൾ നമുക്ക് കിട്ടി 25,708 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത 25,649. അത് ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ 25,550. പിന്നെ സൈക്കോളജി 25,500. അപ്പോൾ ഇത്രയും ലെവലുകൾ നിങ്ങൾ മാർക്ക് ചെയ്തിടുക. ഓക്കെ, മാർക്ക് ചെയ്തതിന് ശേഷം ഇപ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. ഇനി നമുക്ക് അപ്സൈഡ് കിട്ടുവാണെങ്കിൽ, നാളെ ഗ്യാപ്പ് അപ്പാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഇന്നത്തെ ഓപ്പണിംഗ് അല്ലെ, ആണ്ട് 25,836 ബ്രേക്ക് ചെയ്ത് നമുക്ക് മുതലോട്ട് കിട്ടുവാണെന്നുണ്ടെങ്കിൽ നല്ല അപ്സൈഡ്. ഈ സപ്പോസ് 100 പോയിൻ്റ് ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 25,930 കടന്ന് പറന്നു പോകും. അപ്പോൾ നമുക്ക് നോക്കി, ഇപ്പോൾ നമുക്കൊന്നും വെറുതെ വിടുവായത്തിലും പറയുന്ന വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. കാരണം നമ്മൾ പറയുന്ന ഒന്നും ഒരു എന്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പറയേണ്ടത്. അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ ഒന്നും സംസാരിക്കേണ്ട. നമുക്ക് നാളെ രാവിലെ ഗ്രൂപ്പിൽ ഞാൻ കറക്റ്റായിട്ട് അതിൻ്റെ വോയിസ് ഇടാം. കാരണം ഇപ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം ഇന്ന് രാത്രിയിലെ ഫെഡിൻ്റെ തീരുമാനത്തിനനുസരിച്ച് മാത്രമേ നമുക്ക് മാർക്കറ്റ് മുമ്പോട്ട് പോകത്തുള്ളൂ. ഓക്കെ, അപ്പം അതിനുശേഷം നമുക്കിനി ബാങ്ക് നിഫ്റ്റി നോക്കാം. ബാങ്ക് നിഫ്റ്റി പറഞ്ഞ പോലെ തന്നെ നല്ല രീതിയിൽ ഒരു ശരിക്കും നല്ല രീതിയിൽ 300-350 പോയിൻറ്റോളം നല്ലപോലെ ഫോൾ ചെയ്തു ഇല്ലേ. ഇവിടുന്ന് ഒരു ഹൈന്ന് ഇവിടം വരെ ഏകദേശം 326 മുതൽ 800 ഏകദേശം ഒരു 10-400 പോയിൻറ്റോളം മുകളിൽ നിന്ന് ടോപ്പിൽ നിന്ന് വീണു. 100 പോയിൻറ്റ് പോസിറ്റീവ് പോയ സാധനം, 200 പോയിൻറ്റോളം പോസിറ്റീവ് പോയ ബാങ്കാണ്. ആലോചിക്കണം, അവസാനം 300 പോയിൻറ്റ് നെഗറ്റീവിലാണ്, 261 പോയിൻറ്റ് നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. നമ്മുടെ ലെവലുകളൊക്കെ സപ്പോർട്ട് റെസൻസൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നോക്കുക, നമുക്ക് ഇവിടെ ഒന്നും പറയാൻ പറ്റത്തില്ല. ലെവലുകൾ നിങ്ങൾ കൃത്യം നോക്കുക. പക്ഷേ നമുക്ക് പറയാനുള്ളത് നമ്മുടെ മിഡ് ക്യാപ്പിനകത്തിലാണ്. മിഡ് ക്യാപ്പിനകത്തിലുള്ള അപാര പൊട്ടലായിരുന്നു. അപാര പൊട്ടൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഒരു ഗ്യാപ്പ് അപ്പ് കിട്ടി പോയി നമ്മുടെ റെസൻസ് 13,830 എടുത്തതിന് ശേഷം അവിടെ നാശം ഒറ്റ വരവായിരുന്നു താഴോട്ട് ഇല്ലേ. ഇന്ന് ഞാൻ ഒരു ലോട്ട് 14,000 അല്ല 13,800 ഒരു പി എടുത്ത് ഹോൾഡ് ചെയ്ത് ഒറ്റ ലോട്ടിൽ 6,500 രൂപ കിട്ടി. ഒറ്റ ലോട്ടിൽ 6,500 രൂപ. അപ്പം അത്രയ്ക്ക് സിമ്പിളായിരുന്നു നമുക്ക് ട്രേഡ് ചെയ്യാൻ. ഒരു വൺ വേ റാലിയാണ്. പക്ഷേ വേറെ കാര്യമുണ്ട്, നാളെ ഏതെങ്കിലും രീതിയിൽ ഒരു പോസിറ്റീവ് ന്യൂസ് എന്ന് വെച്ചാൽ ഈ വീണ പോലെ തന്നെ എണ്ണന്മാരെന്ത് ചെയ്യും, പറക്കും. അപ്പോൾ അതുകൊണ്ട് മിഡ് ക്യാപ്പിൽ കളിക്കുന്നവർ സൂക്ഷിക്കണം. മൂവ്മെൻറ്റ് വളരെ ഫാസ്റ്റായിരിക്കും, ക്വാണ്ടിറ്റിയും കൂടുതലാണ്. അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് എൻട്രി കിട്ടിയെങ്കിൽ മാത്രമേ മിഡ് ക്യാപ്പിനകത്ത് നമ്മൾ ട്രേഡ് ചെയ്യാൻ പാടുള്ളൂ കേട്ടല്ലോ. ഇപ്പോൾ ലെവലുകളൊക്കെ അതുപോലുള്ള കിടപ്പുണ്ട്. കൂടുതലൊന്നും പറഞ്ഞ് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നിങ്ങൾ ഇത് 13,438 പൊട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നേരെ താഴോട്ടിഞ്ഞ് പോരും. ഓക്കെ, അപ്പോൾ ഇന്ന് നോക്കിക്കുക, ഇന്നലത്തെ ലോ തന്നെയാണ് ഇന്ന് ലോ, ഏകദേശം അവിടെ അടുത്ത് തന്നെയാണ് ലോ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിന് ശേഷം മാർക്കറ്റ് ഇവിടെ 438 പൊട്ടിയാൽ എങ്ങോട്ട് പോകും നോക്കുക. അല്ല നാളെ ഗ്യാപ്പ് അപ്പ് ആണെന്നുണ്ടെങ്കിൽ ഈ 644 മുകളിൽ നിൽക്കാൻ നോക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും നാളെ നമുക്കൊരു ഫൈനൽ തീരുമാനം പറയാൻ പറ്റത്തില്ല. തൽക്കാലം ഇങ്ങനെ അങ്ങോട്ട് പോട്ടെ. ദയവ് ചെയ്ത് നിങ്ങൾ സൂക്ഷിച്ച് കണ്ട് ട്രേഡ് ചെയ്യുക. വെറുതെ പൈസ മാർക്കറ്റിൽ കളയല്ലേ. ഓക്കെ, നിങ്ങൾക്കൊരു കൺഫർമേഷൻ ഇല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ട് മാത്രം എൻട്രി എടുക്കുക. വെറുതെ നിങ്ങളിവിടെ കുലുക്കി കുത്തുകളി കളിക്കരുത്. ഓക്കെ, അതിനുള്ള സ്ഥലമല്ല സ്റ്റോക്ക് മാർക്കറ്റ്. പഠിച്ചാൽ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റും. ഓക്കെ, ഇന്ന് ധാരാളം കുറേ പേർക്കൊക്കെ ഞാൻ മെസ്സേജ് അയച്ചിട്ടില്ല, റിപ്ലൈ ചെയ്തിട്ടില്ല. കാരണം ഒത്തിരി മെസ്സേജുകളുണ്ട്. ഇതിലൊക്കെ കണ്ടുവരുമ്പോഴത്തേക്കും ടൈം പോകും. ഓക്കെ, അപ്പം ഞാൻ സമാനത്തെ ഞാൻ കണ്ടോളാം. പക്ഷേ നിങ്ങൾ അയച്ചതിന് സന്തോഷം. എല്ലാവരും ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. നിങ്ങൾ ഇങ്ങനെ തന്നെ അങ്ങോട്ട് മുന്നോട്ട് പോകട്ടെ. ഈ കൺസിസ്റ്റൻസി നിങ്ങൾ നിലനിർത്താൻ ശ്രമിക്കുക. ഓക്കെ, ഒരു ദിവസം കിട്ടി അടുത്ത ദിവസം കൊടുത്തു, അങ്ങനല്ല. എല്ലാ ദിവസവും ഒരു കൃത്യമായ രീതിയിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് നിങ്ങൾ മുമ്പോട്ട് പോകാൻ ശ്രമിക്കുക. അതിന് ഈശ്വരൻ നിങ്ങളെ സഹായിക്കട്ടെ. എല്ലാവർക്കും നാളെ ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.